നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുന്നു. അതായത് പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്നാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ വഴിയിലൊന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം വഴി നീളെ പ്രതിഷേധമായിരുന്നു. പ്രതിഷേധത്തിനൊക്കെ ഒരു കുറവ് വന്നിട്ടുണ്ട്. അതായത് AR ക്യാമ്പിൽ നിന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നത് വരെ പ്രതിഷേധമൊന്നും ഉണ്ടായില്ല. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടെ പ്രതിഷേധക്കാരുണ്ടായിരുന്നു. മാധ്യമങ്ങൾ ആവർത്തിച്ച് രാഹുലിനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എങ്ങനെയാണ്, എന്തെങ്കിലും പറയാനുണ്ടോ രാഹുൽ എന്ന് ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ അടക്കം ചോദിക്കുന്നു. പക്ഷേ രാഹുൽ മൗനമാണ് തുടരുന്നത്. എന്തായാലും ഈ ഒരു ആശുപത്രിയിൽ വൈദ്യ പരിശോധന അതിനുശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. 3 ദിവസത്തെ കസ്റ്റഡി കാലാവധിയായിരുന്നു കോടതി അനുവദിച്ചത്. 15-ാം തീയതി വൈകുന്നേരം കോടതിയിൽ ഹാജരാക്കണമെന്ന നിർദ്ദേശം കോടതി നൽകിയിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാഹുലിൻ്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. നാളെ രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. രാഹുലിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. എന്തായാലും ആവർത്തിച്ച് ചോദ്യങ്ങൾക്കൊന്നും രാഹുൽ യാതൊരു രീതിയിലുള്ള മറുപടി നൽകുന്നില്ല എന്നതും ശ്രദ്ധേയം. മാത്രമല്ല, ഈ പോലീസ് ഈ കസ്റ്റഡി കാലാവധി കൂട്ടി ചോദിക്കില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം യാതൊരു രീതിയിലുള്ള സഹകരണവും രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ മറുപടി നൽകുന്നില്ല. അത് മാത്രമല്ല, 2 ഐഫോണുകളുണ്ട്. ഈ ഫോണുകളുടെയൊന്നും പാസ്വേഡ് രാഹുൽ നൽകുന്നില്ല. ലാപ്ടോപ്പ് എവിടെയെന്ന് പറയുന്നില്ല. ഇത്തരത്തിൽ വളരെ നിസ്സഹകരണമാണ്. അക്ഷരാർത്ഥത്തിൽ പോലീസ് പൊറുതി മുട്ടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു നിസ്സഹകരണം പോലീസിനോട് രാഹുൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡി കാലാവധി കൂട്ടി വാങ്ങിയിട്ട് യാതൊരു ഗുണവുമില്ല എന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും AR ക്യാമ്പിൽ നിന്നും ഇവിടെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. വൈദ്യ പരിശോധന തുടരുന്നു. അതിനുശേഷം വീണ്ടും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. കസ്റ്റഡി കാലാവധി തീർന്ന സാഹചര്യത്തിൽ രാഹുലിനെ മാവേലിക്കര സബ് ജയിലിലേക്ക് മാറ്റാനാണ് സാധ്യത. അതിനുശേഷം നാളെ കോടതിയിൽ വീണ്ടും ഹാജരാക്കും. നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. രാഹുലിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യം. ആ ഒരു ചോദ്യത്തിന് ഉത്തരം അറിയാൻ നാളെ ദിവസം കൂടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. ഈ ഒരു വൈദ്യ പരിശോധനയൊക്കെ നടക്കുകയാണ്. അവിടെയും ചെറിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായി. എന്നാലും പ്രതിഷേധങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു അയവ് വന്നിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് ഇന്നത്തെ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാണ്. പീഡനക്കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായി തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടലിലെത്തി പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയിരുന്നു. 2024 ഏപ്രിൽ 8-ന് ഹോട്ടലിലെത്തിയെന്ന തെളിവെടുപ്പിനെ രാഹുൽ സമ്മതിച്ചു. അതിജീവിതയുടെ പേരിലാണ് മുറിയെടുത്തത്. മുറി തിരിച്ചറിഞ്ഞ രാഹുൽ യുവതിക്കൊപ്പം ഇവിടെ 1 മണിക്കൂർ ചെലവിട്ടു. എന്നാൽ പീഡനത്തെക്കുറിച്ചുള്ള ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മൗനമാണ് മറുപടി. ഹോട്ടൽ രജിസ്റ്ററിൽ രാഹുലിന്റെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നല്ല, മറിച്ച് രാഹുൽ BR എന്നാണ്. സന്ദർശക രജിസ്റ്ററിന് പകരം മുറി ബുക്ക് ചെയ്ത സംവിധാനത്തിൽ തന്നെയാണ് രാഹുലിന്റെ പേരെന്നാണ് സൂചന. ഇതേ വിവരങ്ങൾ ഹോട്ടലിലെ സിസ്റ്റത്തിലുമുണ്ട്. മുറിയുടെ വാടക നൽകിയത് താനാണെന്ന് അതിജീവിത നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. സംഭവ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ കണ്ടെടുക്കാനായില്ലെന്ന സൂചനയാണ് അന്വേഷണ സംഘം നൽകിയത്. അത്രയും പഴയ ദൃശ്യങ്ങൾ സൂക്ഷിച്ചിട്ടില്ല എന്നായിരുന്നു ഹോട്ടലിൽ നിന്ന് കിട്ടിയ മറുപടി. ദൃശ്യങ്ങൾ വീണ്ടെടുക്കുന്നതിനായി CCTV ഹാർഡ് ഡിസ്ക് ശേഖരിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച മുതൽ 3 ദിവസത്തേക്കാണ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി രാഹുലിനെ കസ്റ്റഡിയിൽ വിട്ടത്. ഇന്ന് വൈകിട്ട് തിരികെ കോടതിയിൽ ഹാജരാക്കണം. നാളെ രാഹുലിന് ജാമ്യ ഹർജി പരിശോധിക്കും. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. കാര്യമായ തെളിവൊന്നും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചില്ല. ഇന്നലെ ഉച്ചയ്ക്ക് അടൂർ നെല്ലിമുകൾ മുണ്ടപ്പള്ളിയിലുള്ള വീട്ടിലാണ് SIT പരിശോധനയ്ക്ക് എത്തിയത്. 10 മിനിറ്റ് നീണ്ടുനിന്ന പരിശോധനയ്ക്ക് ശേഷം സംഘം അടങ്ങി. രാഹുലിനെ കൊണ്ടല്ല അന്വേഷണ സംഘം എത്തിയത്. ലാപ്ടോപ്പ് എവിടെയെന്ന് കണ്ടെത്താനുള്ള പരിശോധനയായിരുന്നു. ലാപ്ടോപ്പ് എവിടെയെന്ന സൂചന പോലും രാഹുൽ അന്വേഷണ സംഘത്തിന് നൽകുന്നില്ല. പ്രതിഷേധം ഭയന്ന് SIT രാഹുലിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നില്ല. തെളിവെടുപ്പ് അടക്കമുള്ള നടപടിക്രമങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്താൻ അന്വേഷണ സംഘത്തിന് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഉണ്ടായ സുരക്ഷാ വീഴ്ചയടക്കം പരിഗണിച്ചാണ് നിർദ്ദേശം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതി നൽകിയ അതിജീവിത രഹസ്യമൊഴി വീഡിയോ കോൺഫറൻസിംഗ് വഴി രേഖപ്പെടുത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇവർ താമസിക്കുന്ന വിദേശ രാജ്യത്തെ ഇന്ത്യൻ എംബസി മുഖേന ഇതിന് സൗകര്യം ഏർപ്പെടുത്തും. ഈ രീതിയിൽ മൊഴിയെടുക്കാൻ അനുമതി തേടി 19-ന് SIT ഹൈക്കോടതിയിൽ അപേക്ഷ നൽകും. ഇമെയിൽ വഴി കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത കേസിലാണ് കഴിഞ്ഞ ദിവസം രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. ഇമെയിൽ പരാതിയിൽ 3 ദിവസത്തിനകം പരാതിക്കാരി നേരിട്ട് ഹാജരായി ഒപ്പിടണമെന്ന വ്യവസ്ഥ പാലിച്ചിട്ടില്ലെന്നും അതിനാൽ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നുമാണ് രാഹുലിന്റെ വാദം. പരാതിയിൽ ഇലക്ട്രോണിക് ഒപ്പ് രേഖപ്പെടുത്തിയിരുന്നുവെന്നും അതിന്റെ അടിസ്ഥാനത്തിലെടുത്ത കേസ് നിലനിൽക്കില്ല എന്നുമുള്ള നിയമോപദേശം SIT കിട്ടിയിട്ടുണ്ട്.
എന്തായാലും രാഹുലിൻ്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ഉച്ചയ്ക്ക് 2 മണിയോടെ പത്തനംതിട്ട 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രാഹുലിനെ ഹാജരാക്കാനാണ് തീരുമാനം. SIT തുടർ കസ്റ്റഡി ആവശ്യപ്പെടാത്തതിനാൽ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയക്കും. വെള്ളിയാഴ്ച തിരുവല്ല 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും. തിങ്കളാഴ്ച തിരുവല്ല 1st ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ 3 ദിവസത്തേക്ക് SIT കസ്റ്റഡിയിൽ വിട്ടത്. കസ്റ്റഡി കാലാവധി വ്യാഴാഴ്ച ഇന്ന് ഉച്ചയോടെ അവസാനിക്കും. എന്തായാലും അതിന് മുന്നോടിയായിട്ടാണ് വൈദ്യപരിശോധനയ്ക്കായി ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. അതേസമയം SIT തുടർ കസ്റ്റഡി ആവശ്യപ്പെടാത്ത സാഹചര്യത്തിൽ രാഹുലിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് റിമാൻഡ് ചെയ്യുകയാണ് ഉണ്ടാവുക. മാവേലിക്കര പ്രത്യേക സബ് ജയിലിലേക്കായിരിക്കും രാഹുലിനെ വീണ്ടും കൊണ്ടുപോകുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസമൊക്കെ ആവർത്തിച്ച് പോലീസ് സംഘം ചോദിക്കുന്ന ചോദ്യമാണ് ഇവിടെ യുവതിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചോ? അതിന് ഒരു മറുപടി രാഹുൽ നൽകിയിട്ടില്ല. തെളിവെടുപ്പ് 15 മിനിറ്റ് നീണ്ടിരുന്നു. ഹോട്ടലെത്തിച്ചുള്ള 4ാം നിലയിലുള്ള 408-ാം നമ്പർ മുറിയിലാണ് ഈ രാഹുലുമായി എത്തിയത്, തെളിവെടുപ്പ് നടത്തിയത്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് രാഹുൽ പ്രതികരിച്ചിട്ടില്ല. ബുധനാഴ്ച പുലർച്ചെ 6:30യോടെയാണ് ഹോട്ടലിൽ എത്തിച്ചത്, അതീവ രഹസ്യമായിട്ട്. കാരണം കഴിഞ്ഞ ദിവസം അതിൻ്റെ തലേ ദിവസമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം, ചീമുട്ടയർ അടക്കം ഉണ്ടായി. വലിയ രീതിയിലുള്ള പ്രതിഷേധം രാഹുൽ ആശുപത്രിയിൽ നിന്ന് പുറത്തിറക്കിയപ്പോൾ തന്നെ അവിടെ പ്രതിഷേധക്കാർ വളയുന്ന സാഹചര്യം ഉണ്ടായി. വളരെ കഷ്ടപ്പെട്ട് പ്രതിഷേധക്കാരിൽ നിന്ന് പോലീസ് രാഹുലിനെ അകത്തേക്ക് വലിച്ചു കയറ്റി മറ്റൊരു വഴിയെ കൊണ്ടുപോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ വലിയ പ്രതിഷേധം അരങ്ങേറിയ സാഹചര്യത്തിൽ ഈ ഹോട്ടലിലെ തെളിവെടുപ്പ് പുലർച്ചെ ആരും അറിയാതെ തന്നെ ആ ഒരു തെളിവെടുപ്പ് പോലീസ് പൂർത്തിയാക്കിയിരുന്നു. പരാതിക്കാരിയുടെ പേരിലായിരുന്നു ഹോട്ടലിൽ രാഹുൽ മുറി ബുക്ക് ചെയ്തിരുന്നത്. ഒപ്പമുള്ളയാളുടെ പേരായി രാഹുൽ മാങ്കുടത്തിലിന്റെ ഔദ്യോഗിക പേരായ രാഹുൽ BR എന്ന രജിസ്റ്ററിൽ ഉണ്ടായിരുന്നു. ഈ രേഖകൾ SIT നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു. അതേസമയം യുവതി രാഹുൽ ഹോട്ടലിലെത്തിയ 2024 ഏപ്രിൽ 8-ലെ CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല. ഹോട്ടലിൽ നിന്ന് ഹാർഡ് ഡിസ്ക് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. SIT പിടിച്ചെടുത്ത 2 ഫോണുകളുടെ പാസ്വേഡുകൾ കൈമാറാനും രാഹുൽ തയ്യാറായിട്ടില്ല. തനിക്ക് അനുകൂലമായ പല തെളിവുകളും ഫോണിലുണ്ടെന്നും അവ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് രാഹുലിന്റെ നിലപാട്. അതുകൊണ്ടാണ് പാസ്വേഡ് നൽകാത്തത്. അതേസമയം ഫെനി നൈനാനും രംഗത്ത് വന്നിട്ടുണ്ട്. രാഹുൽ മങ്കുടത്തിനെതിരെ 3ാമത്തെ പരാതി നൽകിയ യുവതി അറിയാമെന്ന് രാഹുലിന്റെ സുഹൃത്തും KSU നേതാവുമായ ഫെനി നൈനാൻ. യുവതി SITക്ക് നൽകിയ മൊഴിയിൽ ഫെനി നൈനാന്റെ പേരും ഉണ്ടായിരുന്നു. ഫെനി രാഹുലിനെ പുകഴ്ത്തി സംസാരിച്ചെന്നും ഫെനി പറഞ്ഞിട്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുലിന്റെ അക്കൗണ്ടിലേക്ക് പണം നൽകിയെന്നും യുവതി പോലീസിനോട് പറഞ്ഞിരുന്നു. ഇതേ തുടർന്നായിരുന്നു ഫെനി നൈനാന്റെ പ്രതികരണം. ഫെനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമാണ്: എനിക്ക് അങ്ങനെ ഒരു സ്ത്രീയെ അറിയാം. KSU നടത്തിയ പരിപാടിക്ക് 5000 രൂപ തന്നിട്ടുണ്ട്. പണം തന്ന ദിവസം തന്നെ അവരുടെ പേര് ഉൾപ്പെടുത്തി അവരുടെ 50 കൂപ്പണുകളുടെ എണ്ണവും കാണിച്ച് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടിരുന്നു. എന്നാൽ അവരെ രാഹുൽ മങ്കുടത്തിൽ ബലാത്സംഗം ചെയ്തെന്ന വിവരം അതിശയമായി തോന്നി. കാരണം ഈ അതിജീവിത 2025 നവംബർ വരെ എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ്. പാലക്കാട് MLA രാഹുൽ മങ്കുടത്തിനെതിരെ 3ാമതൊരു പരാതി വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിട്ട് ദിവസങ്ങളായി. പരാതിക്കാരിയായ സ്ത്രീയെ പറ്റി ഒരു വിവരങ്ങളും സ്വാഭാവികമായി ആർക്കും അറിയാൻ കഴിയില്ലല്ലോ. എനിക്കും അതിനെപ്പറ്റി അറിയില്ല. എന്നാൽ മാധ്യമങ്ങളിൽ നിന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന വിവാഹിതയായ ഒരു സ്ത്രീയാണെന്നും അവരെനിക്ക് KSU പരിപാടിക്ക് പണം തന്നിട്ടുണ്ടെന്നും അവർക്കൊരു രാഹുലുമായി സൗഹൃദം ഉണ്ടായിരുന്നുവെന്നും പറഞ്ഞിട്ടുണ്ടെന്ന് മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞു. എൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചു. എനിക്ക് അങ്ങനെ ഒരു സ്ത്രീയെ അറിയാം. KSU നടത്തിയ ഒരു പരിപാടിക്ക് പണം തന്നിട്ടുണ്ട്. 5000 രൂപയാണ് തന്നത്. അവർ പണം തന്ന ദിവസം തന്നെ അവരുടെ പേര് ഉൾപ്പെടുത്തി അവരെടുത്ത് 50 കൂപ്പണുകൾ എണ്ണവും കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആക്കിയിട്ടുള്ളതാണ്. എന്നാൽ അവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തു എന്ന വിവരം തനിക്ക് അതിശയമായി തോന്നുകയാണ്.